മാലാഖ അധ്യായം 11 നോവൽ. ഇന്നലെ ഇവിടെ വലിയ ബഹളം കേട്ടല്ലോ കൊച്ചേ. എന്നതായിരുന്നു? ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. പ്രകാശേട്ടൻ്റെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞതാ. മോടെ അമ്മ വന്നപ്പോഴും കേട്ടല്ലോ ഒച്ചയും വഴക്കും. അമ്മ വന്നത് പ്രകാശേട്ടൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാ. ഇതെന്താ ചെകിട് വീർത്തേക്കുന്നേ? കണ്ണിൻ്റെ താഴെ നീരാണല്ലോ. പ്രകാശൻ അടിച്ചോ? ഒടുവിൽ പവിത്രയ്ക്കെല്ലാം പറയേണ്ടി വന്നു. ശാന്തയമ്മയാണ് അവർക്കവിടെ ഒരു തുണയും ആശ്വാസമൊക്കെ. സുഭദ്ര വീട്ടിലില്ലാത്തപ്പോൾ അവരെന്തെങ്കിലും പലഹാരങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് പറയും, വിശന്നിരിക്കരുത് മോളെ, വയറ്റിലൊരു കൊച്ചുള്ളതല്ലേ, അതിന് വളരണ്ടേ. സുഭദ്രയുടെ സ്വഭാവം ഞങ്ങൾക്കെല്ലാം അറിയാം. അവരോട് സംസാരിക്കാൻ ചെന്നാൽ നമ്മൾ നാറും. അതുകൊണ്ട് അയലത്തുകാരും അവരോട് ചോദിക്കാനും പറയത്തും ചെലുത്തയില്ല. ഇപ്പോഴും ശാന്തമ്മ അവളെ ആശ്വസിപ്പിക്കുകയാണ്. ഞാൻ മോടെ വീട്ടിലോട്ട് വിളിച്ച് പറയട്ടെ തല്ലിയെന്ന്. അവർ വന്ന് ചോദിക്കട്ടെ. ഒന്നും വേണ്ട. അതൊക്കെ ചോദിച്ചാലും പറഞ്ഞാലും അവസാനം ഞാൻ ഈ വീട്ടിൽ തന്നെയല്ലേ താമസിക്കേണ്ടത്. ഭർത്താവിനെ മാറിയെടുക്കാൻ പറ്റുമോ? അമ്മായിയമ്മേനെ മാറിയെടുക്കാൻ പറ്റുമോ? ഇവരോട് പിണങ്ങി ഒരു കുഞ്ഞുമായിട്ട് എനിക്കെൻ്റെ വീട്ടിൽ പോയി ജീവിക്കാൻ പറ്റുമോ? അവിടുന്ന് നീതി കിട്ടിയിരുന്നെങ്കിൽ എനിക്കിങ്ങനെയൊന്നും വരത്തില്ലായിരുന്നു. എന്നാലും നിന്നെ തല്ലിയ കാര്യമൊന്നും അറിയിക്കണ്ടേ? വേണ്ട. പിന്നെ പരാതിയായി, പോലീസ് കേസായി, ഭീഷണിയായി, ഒത്തുതീർപ്പായി. പിന്നെയും ഞാനിവിടെ തന്നെ വയറ്റിലൊരു കുഞ്ഞു കിടപ്പുണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഇല്ലെങ്കിൽ ഞാൻ ചത്തേനെ. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പ്രസവത്തോടെ ഞാനും എൻ്റെ കുഞ്ഞും മരിച്ചു പോകണമെന്നാണ്. ജീവിതനൈരാശ്യം മുഴുവൻ വിതുമ്പിയ ആ വാക്കുകൾ കേട്ട് ശാന്തമ്മ താടിക്ക് കൈയൂന്നി വല്ലായ്മയോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. മകൻ പവിത്രയെ അടിച്ച വിവരം അവൾ വീട്ടുകാരെ അറിയിക്കുമെന്നും പോലീസ് ഇടപെടൽ ഉണ്ടാകുമെന്നും ഒരു ഭീതി സുഭദ്രയ്ക്ക് ആദ്യ ദിവസങ്ങളിലുണ്ടായിരുന്നു. അത് ക്രമേണ മാറി. 2 ആഴ്ചയ്ക്ക് ശേഷം അജിതമ്മ സുഭദ്രയെ ഫോണിൽ വിളിച്ചപ്പോഴും അവൾക്കൊരു ഉൾഭയമുണ്ടായിരുന്നു. അറച്ചറച്ചാണ് സുഭദ്ര ഫോൺ അറ്റൻഡ് ചെയ്തത്. ഹലോ, എന്നാ അജിതാമ്മേ വിളിച്ചേ? പവിത്രയ്ക്ക് ഇത് 7-ാം മാസമല്ലേ, ഞങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ട് പോരണ്ടേ? പിന്നെ വേണം, ചടങ്ങൊന്നും തെറ്റിക്കണ്ട. എന്നാ ഞങ്ങൾ വരേണ്ടത്? നിങ്ങളുടെ സൗകര്യം പോലെ തീരുമാനിച്ചിട്ട് അറിയിച്ചാൽ മതി. ആശ്വാസത്തോടെയാണ് സുഭദ്ര ഫോൺ വെച്ചത്. ജയപ്രകാശം പവിത്രയെ അടിച്ച കാര്യം ഇതുവരെ അവരാരും അറിഞ്ഞിട്ടില്ല. അന്നു മുതൽ പവിത്രയെ വിളിച്ചുകൊണ്ട് പോകാൻ വീട്ടുകാർ വരുന്നതും എന്ന് സുഭദ്ര തോന്നുമ്പോഴൊക്കെ പവിത്രയോട് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ 7-ാം മാസത്തിൽ പോയാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കില്ല കേട്ടോ. പിന്നെ ഞാനങ്ങോട്ട് പോകും. ഇടയ്ക്ക് വരണ്ടെന്നാണ് പറഞ്ഞ്. പ്രസവിച്ച് 90 കഴിഞ്ഞിട്ട് പോന്നാൽ മതി. സഹികിട്ട് ഒടുവിൽ പവിത്ര പറഞ്ഞു. തിരിച്ചു വരാൻ ഇടവരത്തില്ലേ എന്ന് എൻ്റെ പ്രാർത്ഥന. എത്ര പേര് പ്രസവത്തോടെ മരിച്ചു പോന്നു. എൻ്റെയും കുഞ്ഞിൻ്റെയും ജീവനെടുത്തോളാമെന്ന് ഞാനൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പോരെ? ആ ഉത്തരത്തിൽ തൃപ്തിപ്പെട്ട മട്ടിൽ ഒന്നും മിണ്ടാതെ സുഭദ്ര തലയാട്ടി. മുൻകൂട്ടി അറിയിച്ചതിനനുസരിച്ച് നിശ്ചിത ദിവസം തന്നെ പവിത്രയുടെ വീട്ടുകാർ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. നഴ്സിംഗ് പഠനത്തിൻ്റെ ആദ്യ വർഷം അവസാനിക്കാൻ പോവുകയാണ്. പരീക്ഷയ്ക്കിനി ഏതാനും ആഴ്ചകളേ ഉള്ളൂ. അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ജിബി അടക്കം വിദ്യാർത്ഥികളെല്ലാവരും. അതിനിടയിൽ ഹോസ്റ്റൽ ഫീസ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് വിദ്യാർത്ഥികളെ ചൊടിപ്പിച്ചു. ഹോസ്റ്റൽ ഫീസ് കൂട്ടുന്നെങ്കിൽ തരുന്ന ഭക്ഷണത്തിന് മെച്ചപ്പെട്ടതാക്കണമെന്ന് വിദ്യാർത്ഥികൾ വാദിച്ചു. സാമ്പാറിലും വെള്ളയരിച്ചോറിലുമൊക്കെ പുഴുക്കൾ ചത്തു കിടക്കുന്നതിന് ഒരു അറുതി വരുത്തണമെന്ന് ജെയ്സണും സംഘവും ചേർന്ന് മാനേജ്മെൻറ്റിന് നിവേദനം നൽകി. ഭക്ഷണക്രമത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ തയ്യാറല്ലെന്ന നിലപാടിൽ മാനേജ്മെൻറ്റ് ഉറച്ചു നിൽക്കുകയാണ്. വിദ്യാർത്ഥികളെല്ലാവരും കൂടി ആലോചിച്ച് മാനേജ്മെൻറ്റിൽ നിന്ന് നീതി ലഭിക്കാൻ വേണ്ടി ഒരു സമ്മർദ്ദ സമരം നടത്താൻ തീരുമാനിച്ചു. ജെയ്സൺ ഉൾപ്പെടെ 12 പേരടങ്ങുന്ന സമരസതിക്ക് രൂപം കൊടുത്തു. ഒരു ദിവസം പ്ലക്കാർഡുകളും പിടിച്ച് ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം നടത്തുകയും ചെയ്തു. രാത്രി ജിബിയ ജെയ്സനെ പറ്റി കൂട്ടുകാരികളോട് അഭിമാനത്തോടെ സംസാരിക്കായിരുന്നു. ജെയ്സൺ ചേട്ടായി ഒന്ന് തീരുമാനിച്ചാൽ നടത്തിയിരിക്കും. അത്രമെടുക്കണം. നിൻ്റെ ജെയ്സൺ ചേട്ടായി മാത്രമല്ലല്ലോ സമരത്തിന് മുന്നിൽ നിൽക്കുന്നത്, വേറെയും 11 പേരുണ്ട്. എന്നാലും കൺവീനർ ജെയ്സൺ ചേട്ടായല്ലേ, ജിബി പറഞ്ഞു. അതിനിടയിൽ സീനിയർ വിദ്യാർത്ഥിയായ ആതിര മുറിയിലേക്ക് ഓടി വന്നു. ദേ, ലൈറ്റ് അണച്ചോ? ഹോസ്റ്റൽ റൂമിലെല്ലാം ഗുണ്ടകൾ കയറി കണ്ടവരെയൊക്കെ പിടിച്ചു തല്ലുന്നു. എല്ലാവരും റൂമിലും കയറി അടിക്കുക. എല്ലാവരും ഞെട്ടിത്തെറിച്ചിരുന്നു. ഇവിടെയും വരുമോ? ഇത് ഗേൾസിൻ്റെ ഹോസ്റ്റലല്ലേ? ഷേർലി ചോദിച്ചു. ഗുണ്ടകൾ അതുപോലെ ഒന്ന് നോക്കുമോ? ഈശ്വര, എനിക്ക് പേടിയായിട്ട് വയ്യ. അത്രയും പറഞ്ഞ് ആതിര ഓടിപ്പോയി. അത് മാനേജ്മെൻറ്റ് ചെയ്യിക്കുന്നതാ, സമരക്കാരെ അടിച്ചൊതുക്കാൻ. സിനി എഴുന്നേറ്റ് ലൈറ്റ് ഓഫ് ചെയ്തു. വാതിലടക്കടേ,
ഇരുട്ടത്ത് മെറ്റിലുടെ ശബ്ദമായിരുന്നു. ജിബിയെ കാതോർത്തു. ബോയ്സ് ഹോസ്റ്റലിൻ്റെ ഭാഗത്തുനിന്ന് അട്ടഹാസവും ബഹളവും നിലവിളിയൊക്കെ കേൾക്കാം. ദൈവമേ, ജെയ്സൺ. ജിബിയ നെഞ്ചിൽ കൈവച്ച് വിലപിച്ചു. അധ്യായം 20. ക്ലാസ് കഴിഞ്ഞ് കൂട്ടുകാരികളോടൊപ്പം ഹോസ്റ്റലിൽ പോയി ജിബിയ ജെയ്സനെയും സഹപാഠികളെയും സന്ദർശിച്ചു. ജെയ്സനോടൊപ്പം സമരക്കായ 7 പേർ കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2 പേരുടെ കയ്യിലെ അസ്ഥികൾക്ക് പൊട്ടലുണ്ട്. ജെയ്സൻ്റെ പുറത്തും തലയിലും മുഖത്തും നെഞ്ചിലും കൈകളിലുമൊക്കെ അടിയേറ്റ ക്ഷതങ്ങൾ കരുവാളിച്ചു കിടക്കുന്നു. ജെയ്സൻ്റെ ബെഡിനരികെ ഇരുന്നിട്ട് ജിബിയെ ചോദിച്ചു, നിങ്ങൾ 10-12 പേരുണ്ടായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലേ? ഞങ്ങളെല്ലാം ഒന്നിച്ചല്ലായിരുന്നല്ലോ. അമ്മാർ ഓരോ റൂമിൽ കയറി വന്ന് ഓർക്കാപ്പുറത്ത് അടി തുടങ്ങി. നിങ്ങൾ വാതിലടച്ച് കിടന്നില്ലായിരുന്നോ? എവിടുന്ന്? ചിലർ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ചിലർ ഫോൺ ചെയ്യുന്നു. ഞാനും ടോം ചെറിയാനും കൂടി ഇനിയുള്ള സമര നടപടികൾ ചർച്ച ചെയ്യുമായിരുന്നു. 3-4 പേര് കുറുവടിയും പത്തിനൊക്കെ റൂമിലേക്ക് ഇടിച്ചു കയറി വന്നു. ചോദ്യം പറച്ചിലൊന്നുമില്ല, അടി തുടങ്ങി. ജെയ്സൺ ഒന്ന് നിർത്തി. രാത്രി നടന്ന സംഭവങ്ങൾ അവൻ ഓർമ്മയിൽ റീവൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. 2 നിമിഷത്തിന് ശേഷം അവൻ തുറന്നു. ഞങ്ങളെ സഹായത്തിന് മറ്റുള്ളവരെ അലറി വിളിച്ചു. ആര് വരാം? എല്ലാ റൂമിലും അവന്മാർ 3-4 പേര് വീതം തള്ളിക്കയറി അടി തുടങ്ങിയായിരുന്നു. ആരും ആരെയും സഹായിക്കാനാ? അരമണിക്കൂറിനടുത്ത് സകല പരിപാടിയും കഴിഞ്ഞു. ജെയ്സൻ്റെ തലയ്ക്കും താടിക്കും ചെറിയ ബാൻഡേജ് ഉണ്ട്. കുറുവടിയും പത്തലും ഉപയോഗിച്ചുള്ള അടിയായിരുന്നാൽ ക്ഷതങ്ങളിലെല്ലാം നീര് വന്ന് ചീർത്ത് തൊലിക്കുള്ളിൽ രക്തം കട്ടപിടിച്ചു കൊണ്ടിരിക്കുന്നു. ചെയർമാനോരോടും മാനേജറോടും കംപ്ലയിൻറ്റ് ചെയ്തില്ലേ? ജിബിയെ ചോദിച്ചു. ഓ, ചെയ്തു. അവരാണല്ലോ വണ്ടി കയറ്റി എല്ലാവരെയും ഹോസ്പിറ്റലിൽ എത്തിച്ച്. അവർ പോലീസിൽ അറിയിച്ചോ? അറിയിച്ചു കാണും. അവർ തന്നെയല്ലേ ചെയ്യുന്നത്. ഗുണ്ടകളെ വിളിച്ചു വരുത്തി ഞങ്ങളെ തല്ലിച്ചത് മാനേജ്മെൻറ്റ്, പരിക്ക് പറ്റിയ ഞങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് മാനേജ്മെൻറ്റ്, പോലീസിൽ പരാതി കൊടുക്കുന്നത് മാനേജ്മെൻറ്റ്. എങ്ങനെയുണ്ട് സ്ക്രീൻ പ്ലേ? ജിബിയ അനുകമ്പയോടെ അവൻ്റെ തലയിലും മുഖത്തും ശതങ്ങളിലും ഒക്കെ കൈയോടിച്ചു. നല്ല സുഖം. ജേസൺ അവളെ നോക്കി പുഞ്ചിരി തൂകി. വേദനയില്ലേ? നീ ഇവിടെ വന്നിരിക്കുന്നത് വരെ ഒടുക്കത്തെ വേദനയായിരുന്നു. ഇപ്പോൾ എവിടെ പോയെന്നറിയില്ല. ഞാനൊന്നും ചെയ്തില്ലല്ലോ. എൻ്റെ അടുത്ത് വന്നിരുന്നില്ലേ? എന്നെ തൊട്ടില്ലേ? അയ്യോടാ, അത്ഭുത ശക്തിയൊന്നുമില്ല എനിക്ക്. പക്ഷെ പ്രേമത്തിന് ചില അത്ഭുത സിദ്ധികളൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണ്? തമ്മിൽ കാണാത്ത സമയത്ത് 1 മിനിറ്റിനെ 1 മണിക്കൂറാക്കി വലിച്ചു നിട്ടും. കണ്ടുമുട്ടുമ്പോൾ 1 മണിക്കൂറിനെ 1 മിനിറ്റാക്കി ചുരുക്കിക്കളയും. കാണാതിരിക്കുമ്പോൾ ലോകം ഭീമാകാരവും നമ്മൾ കടുകുമണി പോലെ ചെറുതുമായി പോകും. കണ്ടുമുട്ടുമ്പോൾ നമ്മൾ വലുതും ലോകം തീരെ ചെറുതുമാകും. അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. തമ്മിൽ സംസാരിക്കുന്ന വാക്കിനെല്ലാം മധുരമായിരിക്കും. കാണുന്ന കണ്ണിന് എന്തെന്നില്ലാത്ത സന്തോഷമായിരിക്കും. തൊടുന്ന വിരലിന് ഇലക്ട്രിക് ചാർജ്. ഒന്ന് തലോടിയ കുളിരും നിർവൃതിയും. ജിബിയ ലജ്ജയിൽ കുതിർന്ന മിഴികൾ താഴ്ത്തി. കൂട്ടുകാരികൾ അവരെ തനിച്ചു വിട്ടിട്ട് മറ്റു ബെഡുകളിലുള്ള സഹപാഠികളെ സന്ദർശിക്കുകയായിരുന്നു. ഇനിയും സമരം ചെയ്യുന്നുണ്ടോ? എന്തിന്? തല്ലുകൊള്ളാൻ വേണ്ടിയോ? സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു സമരം. ബോയ്സ് മെസ്സിൽ ഞങ്ങൾക്ക് കുറച്ച് ഭേദപ്പെട്ട ഫുഡാണ് കിട്ടുന്നത്. നിങ്ങളുടെ ഫുഡിനെ പുഴുവിനെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്ത സമരമാണ്. അയ്യോടാ, സോറി. എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഞങ്ങളുടെ ശരീരത്തിന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ജേസൺ ചിരിച്ചു. ജിബിയ അവൻ്റെ കൈത്തണ്ടയിൽ തലോടി. ഇനി സമരത്തിനൊന്നും പോകണ്ട കേട്ടോ. സാരല്ല, യുവമാർക്കിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുത്തിട്ടേ ഞാനിവിടുന്ന് പോകത്തുള്ളൂ. ജിബിയ അവൻ്റെ നെറ്റിയിലും ഒന്ന് തലോടി. ഇതൊക്കെ വിട്ടേക്ക്. എക്സാം നന്നായിട്ട് എഴുതിയേക്കണം. ഈ പ്രാവശ്യം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഇയാടെ കാര്യം പറയാനിരിക്കുക. ആരോട്? എൻ്റെ മമ്മിയോട്. അതെന്തിന്? മമ്മിക്കൊരു സന്തോഷമാവട്ടെ. സന്തോഷമോ? വഴക്ക് പറയത്തില്ലേ? എൻ്റെ വീട്ടിലെങ്ങനെ അറിഞ്ഞാൽ കൊല്ലും. പ്രേമിക്കുന്നത് അത്ര വലിയ കുറ്റമാണോ നിങ്ങളുടെ വീട്ടിൽ? ഞങ്ങളുടെ വീട്ടിലെന്നല്ല, നമ്മുടെ നാട്ടിലെല്ലായിടത്തും അങ്ങനെ. ആൺകുട്ടികൾ പ്രേമിച്ച വീട്ടുകാരത് കൊള്ളാവുന്ന ബന്ധമാണെന്ന് നോക്കിയിട്ടേ എതിർപ്പ് കാണിക്കത്തുള്ളൂ. തമ്മിൽ ചേർക്കാൻ കൊള്ളാവുന്നതാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ പെൺകുട്ടികൾ പ്രേമിക്കാൻ പോയാൽ ചൂലും ചൂരലും പത്തലൊക്കെ ആയിട്ട് വരും. ജിബിയ പറഞ്ഞു. എനിക്കൊരു പ്ലാനുണ്ടായിരുന്നു. നമ്മുടെ ബന്ധം 2 വീട്ടിലും ഒന്ന് സൂചിപ്പിച്ചേക്കാമെന്ന്. വേറെ ആരും ഒന്ന് ഇടയ്ക്ക് കയറണ്ടല്ലോ എന്ന് വിചാരിച്ച. ഒരു ദിവസം ഇയാളെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിലുള്ളവർക്ക് പരിചയപ്പെടുത്തണം. പിന്നെ ഒരു ദിവസം ഞാൻ തൻ്റെ വീട്ടിൽ വന്ന് ഇവിടെ വേറെ ആർക്കും കെട്ടിച്ചു കൊടുക്കരുത്, സമയമാകുമ്പോൾ ഞാൻ വന്ന് കെട്ടിക്കൊള്ളാം എന്ന് പറയണമെന്നൊക്കെ. പൊന്നുമോനെ, അതൊക്കെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. കോഴ്സ് കഴിഞ്ഞ് എവിടെയെങ്കിലും ജോലിക്ക് കയറിയിട്ട് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. ജിബിയ ഗൗരവം നിറഞ്ഞ പുഞ്ചിരിയോടെ മുന്നറിയിപ്പ് എന്ന പോലെ പറഞ്ഞു. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം ആദ്യത്തെ ഒരാഴ്ച പവിത്രയോടെ എല്ലാവർക്കും വലിയ അനുകമ്പവും സ്നേഹവും ഒക്കെ ആയിരുന്നു. പതിയെ അജിതാമ്മ തന്നെ അസ്വസ്ഥത പ്രകടിപ്പിച്ചു തുടങ്ങും. പ്രകാശൻ എന്നാ ഇങ്ങോട്ട് വരാത്തെ?
അതൊക്കെ പ്രകാശേട്ടൻ്റെ അമ്മ എങ്ങനെയെങ്കിലും മണത്തറിയും. അമ്മയെ പേടിയാ. പവിത്ര ജയപ്രകാശിനെ എപ്പോഴും ന്യായീകരിക്കുന്നത് അജിതയ്ക്ക് ഇഷ്ടപ്പെടാറില്ല. അവനൊരാണല്ലേ, അവനെന്താ തള്ളയുടെ മുഖത്ത് നോക്കി ന്യായം പറയാനുള്ള തൻ്റെ ഇടമില്ലാത്ത? ആണുങ്ങളായ നട്ടല് വേണ്ടായോ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അവർ സ്വൈര്യം കൊടുക്കത്തില്ലെന്ന്. അവർ വാ തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വല്ലയിടത്തേക്കും ഓടിപ്പോയി കളയാൻ തോന്നും. നീ ഇങ്ങനെ ഇവിടെ തന്നെ നിൽക്കുന്നത് എനിക്ക് നാണക്കേടാ. ഉള്ളത് പറയാലോ, ഇങ്ങനൊന്നും ആരും വന്ന് നിൽക്കത്തില്ല. 7-ാം മാസത്തെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളത് ഒരു ചടങ്ങ് മാത്രമാണ്. 3-4 ദിവസം കഴിയുമ്പോൾ കെട്ടിയവൻ വന്ന് അവൻ്റെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോകും. പിന്നെ മാസം തികയുമ്പോഴാണ് വരുന്നത്. ഇവിടങ്ങളൊക്കെ എല്ലാവരും അങ്ങനെ. ഇപ്പം തന്നെ അയൽപക്കക്കാർ ചോദിച്ചു തുടങ്ങി. ഞാൻ എന്നാ പറയും? എന്നാ നാണക്കേടാ? ഏതാമ്മ തൻ്റെ അതിർത്തി വെളിപ്പെടുത്തി. ഞാനിപ്പോൾ എന്നാ ചെയ്യണമെന്ന് അമ്മ പറ. ആ സ്ത്രീ അന്ത്യശ്വാസനം വിട്ട് തന്നേക്കുക. പ്രസവിച്ച് 90 തികയാതെ ആ വീട്ടിലോട്ട് ചെല്ലണ്ടാന്ന്. ഞാനൊരിക്കലും ചെല്ലാതിരുന്ന അവർക്ക് അത്രയും സന്തോഷം. നീ പ്രകാശനോട് പറ വന്ന് വിളിച്ചോണ്ട് പോകാൻ. ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഭയങ്കര മോശമാണ്. അവന് തീരെ വിവരമില്ലേ? വിവരമില്ലാത്ത അമ്മയ്ക്കാണ്. ഞാൻ പറഞ്ഞായിരുന്നു എന്നെ കെട്ടിച്ചുവിടാൻ. ഞാനാരെയും പഴിക്കുന്നില്ല. എൻ്റെ അമ്മയുടെ കയ്യിലിരിപ്പ് ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. കല്യാണം കഴിപ്പിക്കാഞ്ഞിട്ട് ഇരിക്കപ്പുറത്തില്ലായിരുന്നു. എടീ, നിൻ്റെ ജാതകത്തിൽ പിന്നെ 29 കഴിഞ്ഞാൽ കല്യാണം. 29 39 കഴിഞ്ഞോട്ടെ. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാതെ പഠിച്ച് ജോലി ചെയ്ത് ജീവിച്ചോളായിരുന്നു. അതിന് സമ്മതിച്ചോ? ഇല്ലല്ലോ. എന്നാ കല്യാണം കഴിക്കുന്ന ചെറുക്കൻ്റെ വീട്ടുകാരെക്കുറിച്ച് വേണ്ട പോലെ അന്വേഷിച്ചോ? അതുമില്ല. അവരുടെ അയലത്തെ വീട്ടിലൊക്കെ ചെന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. ഒന്നും വേണ്ട. ഒരാൾ മെനക്കെട്ട് ഇവിടെ വന്ന് പറഞ്ഞതല്ലേ. വല്ല നിവൃത്തിയുണ്ടെങ്കിൽ ആ വീട്ടിലോട്ട് കെട്ടിച്ചയക്കില്ലെന്ന്. അത് കേട്ടില്ല. നിർബന്ധിച്ച് ആ നരകത്തിലോട്ട് തള്ളി വിട്ടിട്ട് ഇപ്പം എനിക്കാണോ കുറ്റം? പവിത്ര അറുത്തു മുറിച്ച് തന്നെ സംസാരിച്ചു. അജിതാമ്മയ്ക്ക് ഉത്തരം വിട്ട്. ഞാനിത് കേൾക്കണ വേണ്ടി തയ്യൽ മെഷീൻ ചവിട്ടിയാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത്. ഒരെണ്ണത്തിനെങ്കിലും കണ്ണു തെളിച്ച് വിടാൻ നോക്കിയത് ഇപ്പോൾ എൻ്റെ തെറ്റ്. സമ്മതിച്ചു, എൻ്റെ തെറ്റ് തന്നെയാണ്. അയതാമ്മ തൊണ്ടയിടറി പറഞ്ഞിട്ട് മകളുടെ മുന്നിൽ നിന്നും എഴുന്നേറ്റ് പോയി. ഒരാഴ്ച കൂടി കാത്തിട്ട് അയതാമ്മ ഒരു ദിവസം സുഭദ്രയെ കാണാൻ ഒറ്റയ്ക്ക് വെട്ടിപ്പറമ്പിന് പോയി. വരാന്തയിൽ കയറി ഡോർ ബെല്ലടിച്ച് കാത്തുനിന്നു. കുറേ കഴിഞ്ഞിട്ടും വാതിൽ തുറക്കുന്നില്ല. കോളിംഗ് ബെല്ലടിക്കുമ്പോൾ ആ സ്ത്രീ ആദ്യം ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കും. ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ വാതിൽ തുറക്കത്തില്ല. ആരുമില്ലെന്ന് വിചാരിച്ച് എല്ലാവരും തിരിച്ചു പോകും. അങ്ങനെ പോരാനാണെങ്കിൽ അമ്മ പോകണ്ട. പവിത്ര മുന്നറിയിപ്പ് നൽകിയിരുന്നതിനാൽ അജിതാമ്മ വരാന്തയുടെ അരഭിത്തിയിൽ കയറി ഇരിപ്പുറപ്പിച്ചു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. അജിതാമ്മയെ കണ്ട് ആശ്ചര്യം ഭാവിച്ച് സുഭദ്ര പറഞ്ഞു, അല്ല ഇതാര്? അജിതയോ? എപ്പോൾ വന്നു? വിളിക്കാൻ മേലായിരുന്നോ? ഞാൻ അടുക്കളപ്പുറത്ത് കുറച്ച് പണിയിലായിരുന്നു. തുണി അലക്കാനുണ്ടായിരുന്നേ. ബെല്ലടിച്ചായിരുന്നോ? കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. രാത്രി ആയാലും ശരി കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് കരുതിക്കൂട്ടിയാണ് ഞാനിവിടെ ഇരുന്ന്. എന്നാ മനസ്സിലായെന്ന് അജിത പറയുന്നേ? ഞാൻ നിങ്ങളോട് തർക്കിക്കാനൊന്നും വന്നതല്ല. പവിത്ര മോളെ ഞങ്ങൾ 7-ാം മാസത്തിൽ വന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങളാരും അങ്ങോട്ട് തിരിഞ്ഞു കയറാത്തത് എന്താണെന്ന് പറ. പ്രസവത്തിന് വിളിച്ചുകൊണ്ട് പോയാൽ പ്രസവിച്ച് കഴിഞ്ഞ് കൊണ്ടുവിടുന്നതല്ലേ പതിവ്. അതാണോ നാട്ടടപ്പ്? ഇവിടങ്ങളിലൊക്കെ അങ്ങനെയാണ്. ഞങ്ങളവിടെ അങ്ങനെയല്ല. 3-4 മൈൽ ദൂരം മാറിയുമ്പോൾ ആചാരത്തിനും രീതികൾക്കൊക്കെ മാറ്റം വരുമോ? നിങ്ങൾ താമസിക്കുന്ന സ്ഥലം തമിഴ്നാടൊന്നുമല്ലല്ലോ. ഇവിടെ അങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ എൻ്റെ വീട്ടിൽ ഞാൻ പറയുന്നത് ന്യായം. അത് തിരുത്താനൊന്നും ആരും ഇങ്ങോട്ട് വരണ്ട. ഞങ്ങളോട് നാട്ടുകാർ ചോദിക്കുമ്പോൾ എന്നാ പറയണം? പിണങ്ങിപ്പോന്നതാണെന്നോ? അവരുടെ ചോദ്യം പ്രകാശനാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നതേ ഇല്ല. ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരിടത്തും. പ്രസവിച്ച് 90 കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവിട്ടാൽ മതി. വേറെ വർത്താനമൊന്നും വേണ്ട. അജിതാമ്മ എത്രയൊക്കെ പറഞ്ഞിട്ട് സുഭദ്ര തൻ്റെ നിലപാടിൽ കടുകിടക്കി വ്യതിചലിക്കാൻ മനസ്സ് കാണിച്ചില്ല. ഇങ്ങനെയാണെങ്കിൽ പ്രസവശേഷം അവളെ ഇങ്ങോട്ട് വിടണമെന്ന് ഞങ്ങൾക്ക് കൂടി ഒന്ന് ആലോചിക്കേണ്ടി വരും. അവസാന വാക്കെന്ന പോലെ അജിതാമ്മ പറഞ്ഞു. അയ്യോ, വിട്ടില്ലെങ്കിൽ അത്രയും സന്തോഷം. സുഭദ്ര അകത്തു കയറി വാതിലടച്ചു. ദുഃഖവും സങ്കടവും സഹിക്കാൻ കഴിയാതെ നിങ്ങൾ ഒരു ഗതിയും പിടിക്കാതെ പുഴുത്തു ചാക്കുമെന്ന് പ്രായിക്കൊണ്ട് അജിതാമ്മ തിരികെ പോന്നു. അജിതാമ്മയുടെ സഹോദരൻ ശിവരാജനും രമേശനും പിന്നീട് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ചെന്ന് ജയപ്രകാശിനെ കണ്ട് ബോധവൽക്കരിക്കാനൊരു ശ്രമം നടത്തി. നീയൊരു ചെറുപ്പക്കാരനല്ലേ? ഈ സ്റ്റാൻഡിൽ നിന്നെപ്പോലത്തെ ചെറുപ്പക്കാർ വേറെ ഉണ്ടല്ലോ. ഇവരൊക്കെ ഇങ്ങനെയാണോ എന്ന് നീയൊന്ന് അന്വേഷിച്ച് നോക്ക്. അവർക്കും പെണ്ണും പിടക്കോഴിയും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. ശിവരാജൻ ഗുണദോഷിച്ചു. പൊന്നും മാവന്മാരെ, അവളവിടെ കുറച്ച് ദിവസം സന്തോഷമായിട്ട് കഴിഞ്ഞോട്ടെ. എൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മ നല്ല പോരെടുക്കും. അവൾക്ക് യാതൊരു സ്വസ്ഥതയും സമാധാനവും കിട്ടത്തില്ല. രാവിലെ ഓട്ടോയും കൊണ്ട് ഇറങ്ങിയാൽ ഞാൻ പാതിരാത്രിക്കാണ് തിരിച്ചില്ലെന്ന്. എനിക്ക് കണ്ണിലൊഴിച്ച് എണ്ണയൊഴിച്ച് അവളെ കാത്തു നോക്കിയിരിക്കാൻ പറ്റുമോ?
ഇതായിരുന്നു ജയപ്രകാശിൻ്റെ മറുപടി. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ശിവരാജനും രമേശനും ബോധ്യപ്പെടുത്തു. 1ാം വർഷാന്ത്യംഗ പരീക്ഷ കഴിഞ്ഞ് ജിബി നാട്ടിലേക്ക് തിരിച്ചു പോകാനൊരുങ്ങി. ജെയ്സൺ ബസ്സിൽ ബുക്ക് ടിക്കറ്റ് ചെയ്തിട്ടുണ്ടെന്നറിഞ്ഞു. തിരിച്ചു പോകാൻ പറ്റുന്ന കൃത്യ ദിവസം അറിയാത്തതിനാൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് അസാധ്യമായിരുന്നു. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോയിക്കൊള്ളാമെന്ന് ജിബിയ എളിമ പ്രകടിപ്പിച്ചപ്പോൾ ജെയ്സൺ അവളെ ശാസിച്ചു. നിനക്ക് ദുരഭിമാനം ഒത്തിരി കൂടുതലാണ്. നിനക്ക് തോന്നുന്ന പോലെ നിന്നെ അങ്ങനെ വിടാൻ പറ്റത്തില്ല. നീ വീട്ടിൽ എത്തുന്നവരെയുള്ള സുരക്ഷിതത്വം നോക്കേണ്ട ഞാനാ. അതൊക്കെ ഇപ്പോഴേ നോക്കണം. ലൈസൻസ് ഒന്നും തന്നിട്ടില്ലല്ലോ ആര്? ലേണേഴ്സ് ഉണ്ട്, അത് ധാരാളം മതി. ലൈസൻസ് എൻ്റെ മനസ്സിലുണ്ട്. സമയം വരുമ്പോൾ വേണ്ടപ്പെട്ടവരെ കാണിക്കാം. ബസ്സിൽ അടുത്തടുത്ത സീറ്റുകളിലിരുന്നാണ് യാത്ര. ജിബിയയ്ക്ക് ഏറ്റവും അഭിമാനം തോന്നിയത് ജെയ്സൺ അവളുടെ ശരീരത്തെ ബഹുമാനിക്കുന്നതിലൂടെ കാട്ടിയ അന്തസ്സായിരുന്നു. ബസ്സിൽ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴും അവൻ അവളുടെ കരമെടുത്ത് മടിയിൽ വെച്ച് തലോടിയെന്ന് വരും. അവളുടെ മൃദുവിരലുകൾ തൻ്റെ കൈവിരലുകൾ തുരുത്തുവെന്ന് വരും. ഒരു വേള അവളുടെ കൈത്തലം ചുണ്ടോട് ചേർത്തുവെന്ന് വരും. സെമി സ്ലീപ്പറിൽ പുഷ് ബാക്ക് സീറ്റിൽ ചാരിക്കിടക്കുമ്പോൾ ഷാൾ കൊണ്ട് പുതപ്പിച്ച് തോളത്തേക്ക് ശിരസ് ചേർത്ത് വെച്ചെന്ന് വരും. അതിലെല്ലാം എന്തെന്നില്ലാത്ത കരുതലും സ്നേഹവും വാത്സല്യമുണ്ട്. ഇടയൻ തൻ്റെ കുഞ്ഞാടിനെ നോക്കുന്ന പോലെയാണ് അവൾക്കതെല്ലാം അനുഭവപ്പെട്ടത്. ഇത്തവണ കോട്ടയത്ത് ബസ് എത്തിയ ശേഷം ജിബിയുടെ ലഗേജ് എല്ലാം ഇറക്കി തിക്കോയ് തലനാട് ബസ്സിൽ കയറ്റി വെച്ച് സീറ്റും പിടിച്ചു കൊടുത്ത ശേഷമാണ് ജെയ്സൺ യാത്ര പറഞ്ഞത്. താങ്ക്സ് ഉണ്ട് കേട്ടോ. ബസ് ടിക്കറ്റിൻ്റെ പൈസ ഞാൻ തന്നില്ല, കുറേ ഉണ്ട് തരാൻ, ജിബിയ പറഞ്ഞു. സൂക്ഷിച്ചു വെച്ചോ, നമുക്ക് 10 സെൻറ്റ് സ്ഥലം വാങ്ങി വീട് വെക്കാം, ജെയ്സൺ പരിഹസിച്ചു. ഞാൻ കടക്കാരിയല്ല, അത് വീട്ടിലെങ്കിൽ ഒരു സമാധാനമില്ല. ഇയാളെ ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുത്താൽ മതി, അപ്പോൾ കുറേ കടങ്ങളൊക്കെ തീരും. അവൻ പറഞ്ഞത് കേട്ട് ജിബിയയ്ക്ക് ചിരി വന്നു. ബസ് പുറപ്പെടാൻ സമയപ്പോൾ അവളുടെ തലയിൽ 2 തവണ മൃദുവായി തട്ടിയിട്ട് അവൻ ഇറങ്ങിപ്പോയി. ഇത്തവണ ജിബിയെ വീട്ടിലെത്തിയപ്പോൾ അവളെ കണ്ട് ജിസ്മി വിസ്മയം പൊട്ടു. കഴിഞ്ഞ പ്രാവശ്യം വന്നു പോയ പോലെ അല്ലല്ലോ, ഇവിടുന്ന് പോയതിനേക്കാളും നന്നായിരിക്കുന്നു. എൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടായിരുന്നു. എന്നെ നല്ലപോലെ കെയർ ചെയ്യാൻ ഒരാൾ ഉണ്ടായിരുന്നു എന്നതൊക്കെ പറയാൻ അവളുടെ നാവ് ധരിച്ചു. ഇപ്പോൾ ബാംഗ്ലൂരുമായിട്ട് പരിചയപ്പെട്ടല്ലോ, ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. കാരണം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ജിബിയ കപട ഗൗരവത്തിൽ പറഞ്ഞു. മനസ്സിന് സന്തോഷമുണ്ടെങ്കിൽ ശരീരം നന്നാവും, ബിൻസി പറഞ്ഞു. ജിബിയ പൊതുവെ നല്ല പ്രസരിപ്പിലായിരുന്നു. പുഴക്കക്കരയുള്ള വീടിപ്പോൾ അവളുടെ ഓർമ്മയിൽ പോലും ഉണർത്തുന്നില്ല. നൈരാശ്യമോ വേദനയോ അനുഭവപ്പെടുത്തുന്നില്ല. നടുവിലൊഴുകുന്ന പുഴയും അതിൻ്റെ കരകളും ഒരിക്കൽ തൻ്റേതും റോബിൻസിൻ്റേതും മാത്രമായിരുന്നു. എന്നാലിപ്പോൾ അവയെ തനിക്ക് മാത്രമായി തിരിച്ചു കിട്ടിയിരിക്കുന്നു. റോബിൻസ് തന്നെ വിട്ടുപോയത് തൻ്റെ ഭാഗ്യമായി എന്നവൾ കരുതി തുടങ്ങി. സ്വാർത്ഥനായ ഒരാൾ തന്നെ ഉപേക്ഷിച്ച് സ്ഥലം വിട്ടപ്പോൾ സ്നേഹധനവാനായ ഒരുവൻ ആ സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. ജിബിയ വീട്ടിൽ സന്തോഷത്തോടെയും പ്രസരിപ്പോടും കൂടിയും പെരുമാറുകയും എല്ലാവരോടും അലിവ് കാണിക്കുകയും ചെയ്തു. പവിത്ര പ്രസവത്തിന് വന്നിട്ടുണ്ടെന്നറിഞ്ഞ് അവൾ ഒരു ദിവസം ഐതാമയുടെ വീട്ടിൽ പോയി പവിത്രയെ കണ്ടു. വയറുന്തി നേരാവണ്ണം നടക്കാൻ പോലും പറ്റാതെ വിഷമിക്കുന്ന പവിത്രയെ കണ്ടപ്പോൾ ജിബിയയ്ക്ക് സങ്കടം തോന്നി. റോബിൻസ് തന്നെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ താൻ ഈ അവസ്ഥയിലായെന്ന് എന്നോർത്തപ്പോൾ അയാൾ ഉപേക്ഷിച്ചു പോയതിൽ എന്തെന്നില്ലാത്ത ആശ്വാസം. പവിത്ര ജിബിയോട് കുറേ സങ്കടങ്ങൾ പറഞ്ഞു കളഞ്ഞു. എനിക്ക് പ്രസവത്തോടെ മരിച്ചു പോയാൽ മതി, ഒരു കുഞ്ഞിനെയും കൊണ്ട് ആ വീട്ടിൽ പോയി ജീവിക്കുന്ന എനിക്ക് ആലോചിക്കാൻ വയ്യ എന്ന് പോലും. പവിത്രയുടെ സ്വരത്തിൽ കടുത്ത നൈരാശ്യമുണ്ടായിരുന്നു. ജിബിയെ അവളെ ഉപദേശിച്ചു. നീ ഇങ്ങനെ ചിന്തിക്കാനേ പാടില്ല. വരാൻ പോകുന്ന ജീവിതം എന്താണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. നിനക്കറിയാലോ, റോബിൻസ് എന്നെ ഉപേക്ഷിച്ചപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ പോയവളാണ് ഞാൻ. ചെയ്തിരുന്നെങ്കിലോ ഞാൻ എന്തൊരു മണ്ടിയായിപ്പോനെ. ഇപ്പം എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ എല്ലാ പ്രയാസങ്ങളും മാറി ഒരു നല്ല കാലം വരുന്ന് ജീവിച്ചിരിക്കാം. ഞാനൊരിക്കലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകണ്ടടാ. കൈരേഖ പോലെ വരച്ചിട്ടിരിക്കുക എൻ്റെ ജീവിതം, ഒരു മാറ്റവും കാണാനില്ല എങ്ങും. നോക്ക്, ഞാനില്ലേ ഇവിടെ നിനക്ക്. എൻ്റെ കോഴ്സ് കഴിഞ്ഞോട്ടെ, ഞാൻ എവിടെയെങ്കിലും ജോലി കയറും, പിന്നെ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെ? എന്ത് ഹെൽപ്പ്? അതൊന്നും ഇപ്പം എനിക്കറിയാൻ മേല. നിൻ്റെ ആഗ്രഹം കൊണ്ട് പറയുന്നതല്ലേ. സമ്മതിച്ചു, പവിത്ര വിഷാദ മന്ദഹാസത്തോടെ പറഞ്ഞു. പ്രസവത്തിന് ഇനി 1.5 മാസം കൂടിയല്ലേ ഉള്ളൂ. നിൻ്റെ കുഞ്ഞിനെ കണ്ടിട്ടേ ഞാൻ ബാംഗ്ലൂരിലോട്ട് പോകുന്നുള്ളൂ. ഇനി എന്നെ കോഴ്സ് തുടങ്ങുന്നത് ജൂലൈ 1st വീക്ക്. അപ്പോഴേക്കും എൻ്റെ ഡെലിവറിയും കഴിയും, പവിത്ര പറഞ്ഞു. എന്നാൽ നിശ്ചിത തീയതിക്ക് 9 ദിവസം മുൻപേ പവിത്രയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തുടങ്ങി. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവൾ ജിബിയയ്ക്ക് ഫോൺ ചെയ്തു. ജിബിയ, എനിക്ക് പെയിൻ തുടങ്ങിയെന്ന സംശയം.
അമ്മയോട് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. ഡേറ്റ് ആയില്ലെന്നാണ് പറയുന്നത്. ഞാനിന്ന് എന്തായാലും ഹോസ്പിറ്റലിൽ പോകും. ചെന്നിട്ട് വിളിക്കണേ മോളെ, ജിബിയെ ഓർമ്മിപ്പിച്ചു. ഒരു പകലും രാത്രിയും കടന്നുപോയി. അടുത്ത ദിവസം രാവിലെ ജിബിക്ക് ഫോൺ വന്നു. മറുവശത്ത് അജിതാമയായിരുന്നു. പവിത്രമോളെ പ്രസവിച്ചു ഇന്ന് രാവിലെ. ആൺകുട്ടി. നിന്നെ വിളിച്ചറിയിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സന്തോഷം കൊണ്ട് ജിബിയുടെ കണ്ണു നിറഞ്ഞു. പവിത്ര സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കാൻ ഭാവിക്കുമ്പോഴേക്കും കോൾ കട്ടായി. അധ്യായം 21. ജിബിയ വാതിലിൽ മെല്ലെ മുട്ടി വിളിച്ചു. കതക് ചാരിയിട്ടേ ഉള്ളൂവെങ്കിലും തുറക്കാൻ അവൾക്ക് ധൈര്യം വന്നില്ല. അയതാമയാണ് വാതിൽ തുറന്നത്. ജിബിയ കണ്ടപ്പോൾ അവർക്ക് വല്ലാത്തൊരു സന്തോഷമായി. എനിക്ക് അകത്തോട്ട് കയറി വരാമോ? ഓ വന്നു. എന്നിട്ട് പവിത്രയെ വിളിച്ചു. മോളെ, ബിയാമോള് വന്നിരിക്കുന്നു. പവിത്ര കിടക്കയിൽ കണ്ണടച്ച് കിടക്കുകയായിരുന്നു. ഒരു നേരിയ മയക്കം. ജിബിയ അരികെ ചെന്നപ്പോൾ അവൾ വീർത്ത കൺപോളകൾ ഉയർത്തി നോക്കി. എൻ്റെ കർത്താവേ, ഇതൊരമ്മയാണോ? കഴിഞ്ഞ കൊല്ലം എൻ്റെ കൂടെ സ്കൂളിൽ ബെഞ്ചിന്മേലിരുന്ന് മൂളിപ്പാട്ട് പാടിയ കൊച്ചല്ലേ? ജിബിയ അതിശയത്തിൽ ചോദിച്ചു. പവിത്ര മന്ദഹാസം തൂക്കി. എവിടെ മോളെ നിൻ്റെ പുത്രൻ? നേഴ്സുമാർ കുളിപ്പിക്കാൻ കൊണ്ടുപോയതാ, പവിത്ര മന്ത്രിച്ചു. ജിബിയ അവളെ സൂക്ഷിച്ചു നോക്കി. പഴയ പവിത്രയല്ല. മുഖത്ത് നൈരാശ്യമില്ല, വേവലാതിയില്ല, ആരോടും വിദ്വേഷവുമില്ല, ശാന്തഭാവം. സിസേറിയനൊന്നും അല്ലായിരുന്നല്ലോ? ജിബിയ ചോദിച്ചു. അല്ല, നോർമലാ, അയതാമ പറഞ്ഞു. സിസേറിയനെ അറിയുന്നെങ്കിൽ രൂപ എത്ര ചിലവായനെ. പക്ഷെ വലിയ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. മിനിഞ്ഞാന്ന് രാവിലെ റേബർ റൂമിൽ കയറ്റിയതാ. ട്രിപ്പിട്ടപ്പം മുതൽ തുടങ്ങിയ വേദനയും കരച്ചില്ല. എൻ്റെ ഗുരുവായൂരപ്പ, കേട്ടു നിൽക്കുന്നവർക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. ഇന്നലെ വെളുപ്പാങ്കാലം വരെ എന്തൊരു നിലവിളിയായിരുന്നു. ആശുപത്രി മുഴുവൻ കിടുക്കി കളഞ്ഞു. ഭയങ്കര പെയിനായിരുന്നുടാ. ജിബിയ അവളുടെ മുടിയിൽ തലോടി. അയ്യോ, കരഞ്ഞു കരഞ്ഞ് എൻ്റെ ഒച്ച കുഞ്ഞു പിള്ളേരുടെ പോലെയായി. എൻ്റെ കരച്ചിൽ കേട്ടിട്ട് അമ്മയൊക്കെ വിചാരിച്ചത് പ്രസവിച്ചെന്നാ. കൊച്ചിൻ്റെ കരച്ചിൽ പോലെയായിരുന്നു, പവിത്ര പറഞ്ഞു. അത് നേരെ കേട്ടോ, അയതാമ സമ്മതിച്ചു കൊടുത്തു. ഞാൻ മരിച്ചു പോകത്തേ ഉള്ളെന്ന് ഉറപ്പിച്ചതാ. വേദന കൊണ്ട് ഇടയ്ക്ക് ബോധം പോകും. നേഴ്സുമാരെ മുഖത്ത് വെള്ളം തെളിച്ചുണർത്തും, പവിത്ര വിശദീകരിച്ചു. ഡോക്ടറും കൂടെ വിഷമിച്ചു പോയെന്നേ. അവരുടെ ഒരു വേവലാതിയും പരവശം ഒന്ന് കാണേണ്ടതായിരുന്നു, അയതാമ കൂട്ടിച്ചേർത്തു. ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ ശബ്ദം ഇടനാഴിയിൽ നിന്നും കേൾക്കാമായിരുന്നു. അത് കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. കുളിപ്പിച്ചു കൊണ്ടുവരുവാണെന്ന് തോന്നുന്നു. അയതാമ വാതുക്കലേക്ക് നീങ്ങി. 2 നേഴ്സുമാർ വാതുക്കലെത്തി. ഒരാളുടെ കയ്യിലിരുന്ന് അലമുറയിടുന്ന പോലെ കരയുകയാണ് ഒരു ചോരക്കുഞ്ഞ്. അയ്യോടാ, കരയിലട മുത്തേ, നേഴ്സ് കൊഞ്ചലോടെ കുഞ്ഞിനോട് പറഞ്ഞു. കുളിപ്പിച്ചത് അവന് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ദ്രോഹം ചെയ്തെന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ വിശപ്പും തുടങ്ങി. നേഴ്സ് കുഞ്ഞിനെ പവിത്രയുടെ കട്ടിലിനരികിലുള്ള തൊട്ടിലേക്ക് കിടത്താൻ ഭാവിച്ചു. ഇങ്ങ് തന്നേക്ക്. പവിത്ര കൈയും നീട്ടി. അവളുടെ മുഖത്തുണ്ടായ ഭാവമാറ്റം ജിബിയെ ശ്രദ്ധിച്ചു. ഒരു നിധി കൈനീട്ടി വാങ്ങുന്നത് പോലെയാണ് അവൾ കുഞ്ഞിനെ കയ്യിലെടുത്തത്. ബെഡിൽ തൊട്ടരികെ വിരിച്ച ഫ്ലാനറിൽ കുഞ്ഞിനെ കിടത്തി. അമ്മയുടെ സ്പർശനമേറ്റതും കുഞ്ഞ് കരച്ചിൽ നിർത്തി. മറുവശത്ത് അല്പം ചെരിഞ്ഞ് ഗൗൺ തുറന്ന് പവിത്ര കുഞ്ഞിന് പാൽ കൊടുക്കാൻ തുടങ്ങി. ജിബിയ ആ മുറിയിലുള്ള കാര്യം അവൾ മറന്നു. അമ്മയെ മറന്നു, ലോകത്തെ മറന്നു. പവിത്രയ്ക്ക് അത്ഭുതകരമായ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് ജിബിയയ്ക്ക് തോന്നി. പ്രസവത്തിന് മുമ്പ് അവൾക്ക് ജീവിതം വേണ്ടായിരുന്നു. ഭർത്താവിനെയും ദാമ്പത്യ സുഖവും വേണ്ടായിരുന്നു. കുഞ്ഞ് മരിച്ചു പിറക്കാനും അതിനോടൊപ്പം താനും മരിച്ചു പോകാനും അവൾ ആഗ്രഹിച്ചിരുന്നു. എന്നാലിപ്പോൾ അവളുടെ ലോകത്ത് അമ്മയും കുഞ്ഞും മാത്രമേ ഉള്ളൂ. കുറച്ചു കഴിഞ്ഞപ്പോൾ കോറിഡോറിൽ നിന്നും സംസാര ശബ്ദങ്ങൾ കേട്ടു. മുറിയിലേക്ക് പവിത്രയുടെ ബന്ധുജനങ്ങൾ തള്ളിക്കയറി വന്നു. പവിത്രയുടെ മാമന്മാരും മുത്തച്ഛൻ, മുത്തശ്ശി, സുദർശനൻ്റെ ബന്ധുക്കൾ എല്ലാവരും കുഞ്ഞിനെയും അമ്മയും കാണാനുള്ള വരവാണ്. ജിബിയെ പതിയെ പിൻവാങ്ങി. ഞാൻ പോട്ടടാ, പിന്നെ വരാം എന്ന് പറഞ്ഞ് അവൾ മുറിവിട്ട് പോന്നു. പിന്നീട് കുഞ്ഞിൻ്റെ 28 കെട്ടിൻ്റെ അന്നാണ് ജിബിയെ പവിത്രയെ കാണാൻ പോയത്. അയതാമ അവളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം പവിത്രയെ കണ്ടപ്പോൾ മറ്റൊരു അത്ഭുതം കൂടി സംഭവിച്ചായി ജിബിയയ്ക്ക് തോന്നി. ബാലികാസഹജമായ ഭാവാഹ്യാദികൾ അവളിൽ നിന്നും മാഞ്ഞു പോയിരുന്നു. മെല്ലിച്ചിരുന്ന കൗമാരക്കാരി തടിച്ച സ്ത്രീയായി മാറി. ധാരാളം സന്തോഷങ്ങളും പ്രതീക്ഷകളും ഉത്തരവാദിത്തങ്ങളും ഉള്ള നല്ലൊരു ജീവിതം അവളെ കാത്തിരിപ്പുണ്ടെന്ന് തോന്നുമായിരുന്നു. ജിബിയ അവളോട് അല്പനേരം സംസാരിച്ചു. കുഞ്ഞിനെ എടുത്ത് ലാളിച്ചു. നിനക്കിപ്പോൾ ഒരു നിരാശയും തോന്നുന്നില്ലേ നിൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയതിൽ? ഇല്ലടി, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാ പെണ്ണുങ്ങളുടെയും ജീവിതം, പവിത്ര പറഞ്ഞു. ഞാൻ വേണ്ട പോലെ സംരക്ഷിക്കാത്ത ഹസ്ബൻഡ്,
നിന്നെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന അമ്മായിയമ്മ. ഇതൊന്നും ഇപ്പോൾ നിന്നെ അലട്ടുന്നില്ലേ? എനിക്കെൻ്റെ മോനുണ്ടല്ലോ, പവിത്ര പറഞ്ഞു. ആ സ്ത്രീ നിൻ്റെ മോനെ കാണാൻ വന്നില്ലേ? ആശുപത്രിയിൽ ഒരു പ്രാവശ്യം വന്നു, ഇവിടെ 2 തവണ. എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറയാം, പ്രകാശിൻ്റെ ഒരു ലക്ഷണവും ഇല്ലെന്ന്. ചെവിയും കണ്ണും മൂക്കുമൊക്കെ വേറെ ആരുടെ പോലെ ഇരിക്കുന്നെന്ന്. എൻ്റെ മുത്തശ്ശി അത് കേട്ടിട്ട് പറഞ്ഞു. മുത്തശ്ശി മുഖം അടച്ചതുപോലെ ഒന്ന് ചോദിച്ചു, അല്ല സുഭദ്രേ, നിങ്ങളുടെ മോൻ ചങ്ങാതിമാരെയും വിളിച്ചുകൊണ്ടാണോ ഇന്ന് രാത്രിയും വീട്ടിൽ വരുന്നതെന്ന്? അവരങ്ങ് ചങ്ങി വിളറിപ്പോയി. എന്നിട്ട് പറയാ, എനിക്ക് കാര്യം തുറന്നു പറഞ്ഞതാണേ കുറ്റമായി പോയതെന്ന്. അയ്യോ, അവരെന്ത് സ്ത്രീയാ? അമ്മയും 2 വർത്തമാനം പറഞ്ഞു. നിങ്ങളുടെ പാരമ്പര്യമൊന്നും ഞങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്കില്ല. എൻ്റെ മോൾ അങ്ങോട്ട് കെട്ടി വന്നിട്ട് 2 പ്രാവശ്യം മാസമുറ കാണിച്ചിട്ടേ ഉള്ളൂ ഗർഭിണിയായതെന്ന്. ഇവിടുന്ന് കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് കൊണ്ടുവന്നതൊന്നുമല്ലല്ലോ. നന്നായിപ്പോയി, അത് തന്നെ പറയണമായിരുന്നു. ജിബിയ ആവേശം പൂണ്ടു. അവരങ്ങ് ഐസായിപ്പോയി. ഏതാണ്ടൊരു കെട്ട വർത്തമാനം പറയാൻ തുടങ്ങിയപ്പോഴേക്കും അമ്മ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞാൽ മതി. ഇതെൻ്റെ വീടാ. ഇവിടെ വെച്ച് വൃത്തികെട്ട ഭാഷ പറഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ വായിൽ പല്ല് കാണത്തില്ലെന്ന്. പിന്നെ ഒരക്ഷരം മിണ്ടാതെ അവരിറങ്ങി ഒറ്റപ്പോക്ക്. പവിത്ര പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിൻ്റെയൊക്കെ പകരം വീട്ടാതിരിക്കുമോ അവർ? നീ അങ്ങോട്ട് തിരിച്ചു ചെല്ലുമ്പോൾ? ജിബിയെ ചോദിച്ചു. അതിപ്പോൾ അവരോട് തേൻ പുരട്ടി സംസാരിച്ചാലും അവിടെ ചെല്ലുമ്പോൾ അവരെന്നെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാവോ അങ്ങനെയൊക്കെ ദ്രോഹിക്കും. പവിത്ര ഉത്തമ ബോധ്യത്തോടെ പറഞ്ഞു. നിനക്ക് പേടിയില്ലേ മോളെ? ഓ, അവരെന്നെ മണ്ണെണ്ണയും പെട്രോളും ഒഴിച്ചും കത്തിക്കാനൊന്നും പോകുന്നില്ല. പേട്ട പോലീസ് സ്റ്റേഷനിൽ ശിവമാനും അമ്മയും കൂടി ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം പ്രകാശേട്ടനെ സ്റ്റേഷനിലിട്ട് വിളിപ്പിച്ച് പോലീസുകാർ വരട്ടുകയും ചെയ്തു. അമ്മയെ നിലയ്ക്ക് നിർത്തിയില്ല, അമ്മയും മോനും കൂടി അഴിയണ്ണേണ്ടി വരുമെന്ന്. എന്നിട്ട് അതിൻ്റെ പിണക്കം ശിവമാമനോടും അമ്മയോടും പ്രകാശേട്ടൻ ഇതുവരെ തീർന്നിട്ടില്ല. ശിവമാമനോട് നേരെ നിന്ന് ചോദിക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് അമ്മയടുത്ത് കുറേ തട്ടിക്കയറി. അമ്മ പറഞ്ഞു, ഞാനും പത്രങ്ങൾ വായിക്കുകയും TV കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രകാശ. മണ്ണെണ്ണ വെച്ച് കത്തിക്കുന്നതും കെട്ടിത്തൂക്കുന്നതും ഒക്കെ മിക്ക ദിവസവും ഉണ്ട്. എൻ്റെ മോൾക്ക് അങ്ങനെ ഒരു ഗതി വരാതെ നോക്കേണ്ടത് എൻ്റെ കടമയാണ്. പ്രകാശേട്ടൻ എന്ന് പറഞ്ഞു. എന്നാ പറയാം, കെറിവിച്ചങ്ങ് പോയി. എന്നിട്ട് തള്ളയെടുത്ത് കുറേ ദേഷ്യപ്പെട്ടു. ജയിലിൽ കയറണ്ടെങ്കിൽ സൂക്ഷിച്ചോളാനും പറഞ്ഞു. അതായപ്പോൾ എൻ്റെ ധൈര്യം, പവിത്ര ആശ്വാസത്തോടെ പറഞ്ഞു. ജിബിയ അവളുടെ മുഖത്തേക്ക് നോക്കി. ഇതൊക്കെയാണോടെ ഒരു ജീവിതമാണോടി? ഇത്രയും കൊണ്ട് തൃപ്തിയായോ നിനക്ക്? അല്ലാതെ ഇപ്പോൾ എന്നാ ചെയ്യാനാ? ഒരു കുഞ്ഞുണ്ടായിപ്പോയില്ലേ, അതിനെ വളർത്തണം. ഇനി അതാ എൻ്റെ ജീവിതം. മാസം ഒന്നുകൂടി കഴിഞ്ഞു. ജിബിയയ്ക്ക് തിരിച്ചു പോകേണ്ട ദിവസം അടുത്തു. ജോർജ് കുട്ടി സെമസ്റ്റർ ഫീസ് അടയ്ക്കാനുള്ള പണം കണ്ടെത്താനുള്ള കഠിന യത്നത്തിലായിരുന്നു. റബ്ബറിൻ്റെ വില ഇടിഞ്ഞു പോയതിനാൽ തോട്ടങ്ങൾ ടാപ്പ് ചെയ്യാതെ വെറുതെ ഇട്ടിരിക്കുകയാണ്. ടാപ്പ് ചെയ്താൽ വെട്ടുകാരൻ്റെ കൂലി കൊടുക്കാൻ പോലും തികയത്തില്ല. അതിൽ നിന്നുള്ള വരുമാനം. റബ്ബറിൻ്റെ വിലയിടിവ് കർഷകരെ മാത്രമല്ല, ടാപ്പിംഗ് തൊഴിലാളികളെയും ബാധിച്ചു. ആരുടെയെങ്കിലും തോട്ടത്തിൽ റബ്ബർ വെട്ടാൻ പോകുന്നതിൽ എന്തെങ്കിലും അന്തസ്സ് കുറവുണ്ടെന്ന് പ്രദേശത്തെ സാധാരണക്കാർ ആരും വിചാരിച്ചിട്ടില്ല. മിക്കവാറും എല്ലാവരും തന്നെ സ്വന്തമായി 10 റബ്ബർ മരമെങ്കിലും ഉള്ളവരും അത് തനിയെ ടാപ്പ് ചെയ്യുന്നവരാണ്. എന്നാൽ റബ്ബർ വെട്ട് തൊഴിൽ ഇല്ലാത്ത അവസരത്തെ മറ്റ് കൂലിപ്പണികൾക്ക് പോകുന്നതിൽ മാനക്കേടായിട്ട് കരുതുന്നവരാണ് മിക്ക ടാപ്പിംഗ് തൊഴിലാളികളും. അതിനാൽ ജോർജ് കുട്ടിക്ക് മറ്റാരുടെയെങ്കിലും പുരയിടത്തിൽ കിളയ്ക്കാൻ പോകുന്നതിനോട് അഭിമാനക്ഷതമായിട്ട് തന്നെ തോന്നി. ഒരു നിർധന കുടുംബത്തിലെ ഭക്ഷണ ചെലവുകൾ എങ്ങനെ നിവർത്തിച്ചു കൊണ്ടുപോകും? പക്ഷെ മകളുടെ വിദ്യാഭ്യാസം, കുടുംബാംഗങ്ങളുടെ ആശുപത്രി ചെലവുകൾ എന്നിവ മിക്കവാറും അപ്രതീക്ഷിതമായതിനാൽ താങ്ങാനാവാതെ വലഞ്ഞു പോകുന്ന അവസ്ഥ എല്ലാ സാധാരണ കുടുംബങ്ങളിലും ഉണ്ടായിരുന്നു. വീട്ടമ്മയുടെ കെട്ടുതാലി സമീപത്തെ സ്വകാര്യ പണപാട് സ്ഥാപനത്തിലേക്ക് അങ്ങനെ പോകും. പിന്നീട് ഒരിക്കലും അവയൊന്നും തിരിച്ചു വരികയില്ല. അങ്ങനെ ബിൻസിയുടേതായി അവശേഷിച്ചിരുന്ന 2 മൊട്ട് കമ്മലും 2-3 ഗ്രാം തൂക്കം വരുന്ന 2 മോതിരവും ജോസ്നയുടെ കാതിലെ കമ്മലും കൂടി പണയം വെച്ചിട്ടാണ് ജോർജ് കുട്ടി ജിബിയുടെ സെമസ്റ്റർ ക്ലാസ്സിനുള്ള പൈസ ഒപ്പിച്ചത്. ബാംഗ്ലൂരിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ജിബിയെ പവിത്രയെ കാണാൻ വേണ്ടി പോയി. അവളെ കണ്ടിട്ട് ജിബിയ അത്ഭുത സ്തംഭയായിപ്പോയി. നീ പവിത്രയാണോ അതോ പവിത്രയുടെ ചേച്ചിയോ? എൻ്റെ വണ്ണം കണ്ടിട്ടാണോ? അയ്യടി, ഇത് പ്രസവരക്ഷയല്ലേ. അരിഷ്ടം, ലേഹ്യം, നെയ്യ്, പാല്, തൈര്, മീൻ, മുട്ട, ഇറച്ചി എന്നുവേണ്ട മുത്തശ്ശി എന്നെക്കൊണ്ട് കഴിപ്പിക്കാത്ത ഭക്ഷണ സാധനങ്ങളില്ല. മുത്തശ്ശിയല്ലേ എൻ്റെ മോൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ കാര്യത്തിലൊന്നും ചെയ്യണ്ട. മുത്തശ്ശി ഞണ്ടുകല്ലല്ലേ താമസം, അതറിഞ്ഞില്ലേ? എൻ്റെ പ്രസവത്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് മുതൽ മുത്തശ്ശി എൻ്റെ അടുത്തൊന്നും മാറിയിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ലടി, മുത്തശ്ശിയും മുത്തശ്ശനും മാമന്മാരും കൂടിയല്ലേ എന്നെ വളർത്തിയത്.
അവർക്ക് എന്നോടുള്ള ഇൻറ്റിമസി ഒന്നും എൻ്റെ അമ്മയ്ക്ക് എന്നോടില്ല കേട്ടോ. അതാ എനിക്ക് അമ്മയുടെ ദേഷ്യം. കടമ തീർക്കണം എന്നല്ലാതെ സ്നേഹമില്ല. വേറൊരു അമ്മയാണെങ്കിൽ എന്നെ ഇങ്ങനെ ഒരു കല്യാണക്കുടുക്കിൽ കൊണ്ടുപോയി കെട്ടിയിടുവോ? എനിക്കൊരു മകളുണ്ടെങ്കിൽ ഞാനൊരിക്കലും ചെയ്യില്ല. അത് പിന്നെ ജാതകത്തിൽ 19-ാം വയസ്സിൽ കല്യാണം നടത്തിയില്ലെങ്കിൽ ജാതകം നോക്കിയിട്ടാണ് ലോകത്തെല്ലാവരും കല്യാണം കഴിക്കുന്നത്. പവിത്രയ്ക്ക് ദേഷ്യം വന്നു. എടി, നീ ഇങ്ങനെ വണ്ണിച്ചു പോയാൽ എന്നാ ചെയ്യും? ഇപ്പോൾ തന്നെ ഒരു തടിച്ച് അമ്മച്ചി ലുക്കായി. ഇതൊക്കെ വെട്ടിപ്പറമ്പിലോട്ട് ചെല്ലുമ്പോൾ തീരൂലേ? പ്രകാശേട്ടൻ്റെയും അമ്മയുടെയും കൂടെ ഒരു മാസം താമസിച്ചാൽ മതി. ഞാനിതിൻ്റെ 1/3 പവിത്ര ചെറുചിഞ്ചിരിയോട് പറഞ്ഞു. അവളുടെ കുഞ്ഞിനെ മടിയിലെടുത്ത് വെച്ച് കുറേ കൊഞ്ചിച്ചിട്ടാണ് ജിബിയ യാത്ര പറഞ്ഞത്. അപ്പോഴേക്കും അവൻ അവളുടെ ചുരിദാർ ചൂട് മൂത്രം കൊണ്ട് നനച്ചു കൊടുത്തിരുന്നു. നിൻ്റെ മോൻ എന്തായാലും കൊള്ളാം കേട്ടോ. ആൻറ്റി പോവുകയാണെങ്കിൽ ഇതും കൂടി ഇരിക്കട്ടെ എന്ന് ജിബിയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോടി, വേറെ ചുരിദാർ തരട്ടെ, ഇതിവിടെ കഴുകിയിട്ടേക്കാം, പവിത്ര ക്ഷമാപണ സ്വരത്തിൽ പറഞ്ഞു. ഒന്ന് പോടി, വലിയ ആളാകല്ലേ. ജിബിയെ പോകാനിറങ്ങി. ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ താൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നുകൂടി പറഞ്ഞിട്ടാണ് ജിബിയെ പോയത്. പതിവ് പോലെ ജെയ്സൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ജോർജ് കുട്ടിക്ക് മകളെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടേണ്ടി വന്നില്ല. ജിബിയെ ഇപ്പോൾ തനിയെ ദൂരെ യാത്ര ചെയ്യാനുള്ള ആത്മവിശ്വാസം കൈവരിച്ചിരുന്നു. ജെയ്സൻ്റെ കൂടെ ജിബിയ സ്ലീപ്പർ കോച്ചിൽ തന്നെ കയറി. ഇത്തവണ ജെയ്സൺ ജിബിയയ്ക്ക് വേറെ ഭക്ഷണപ്പൊതി കരുതിയിട്ടുണ്ടായിരുന്നു. 2 പാക്കറ്റ് എന്തിനാണെന്ന് വീട്ടിലുള്ളവർ ചോദിച്ചില്ലേ? ജിബിയ കുസൃതിയോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നിനക്കാണെന്ന്. അപ്പോൾ മൈ ഡിയർ മാം എന്തൊക്കെയോ സ്പെഷ്യൽ കൂടി ഉണ്ടാക്കി നിൻ്റെ പാഴ്സലിൽ വെച്ചിട്ടുണ്ട്. എനിക്കാണെന്ന് പറഞ്ഞിട്ട് ആർക്കും ഞെട്ടലുണ്ടായില്ലേ? ജിബിയെ ചോദിച്ചു. എന്തിനാ ഞെട്ടുന്നേ? നിന്നെ അവർക്കെല്ലാം ക്ലിയറായിട്ട് അറിയാം. നീ മുടി ചെയ്യുന്ന സ്റ്റൈൽ വരെ അവർക്കറിയാം. എല്ലാം ഞാൻ വീട്ടിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വേണ്ടായിരുന്നു അല്ലേ? ആയിക്കോട്ടെ. ഇനി ഞാൻ വലതുകാലം വെച്ച് അങ്ങോട്ട് വന്ന് കയറിയാൽ മതിയല്ലേ? ബാക്കിയെല്ലാം റെഡിയാ? കാലേതായാലും കുഴപ്പമില്ല. ഞങ്ങളുടെയൊക്കെ ഇടത്തേക്കാലിനും വലതേക്കാലിനും ഒക്കെ വിലയുണ്ട്, ജെയ്സൺ പരിഹസിക്കും പോലെ പറഞ്ഞു. ജിബിയ ഫുഡ് പാക്കറ്റ് അഴിച്ചു നോക്കി. ജെയ്സൺ പറഞ്ഞത് വാസ്തവമായിരുന്നു. ജെയ്സൻ്റെ പാക്കറ്റിലില്ലാത്ത 2 വിഭവങ്ങൾ കൂടി ജിബിയയ്ക്ക് പാക്കറ്റിലുണ്ടായിരുന്നു. പാവയ്ക്ക കൊണ്ടാട്ടവും മുട്ടത്തോരനും. ജിബിയ അത് ജെയ്സണുമായി പങ്കുവെച്ച് കഴിച്ചു. ട്രെയിൻ പാലക്കാട് നഗരം പിന്നിട്ട് സൈറൻ മുഴക്കി അങ്ങനെ പാഞ്ഞുകൊണ്ടേയിരുന്നു. പവിത്ര പ്രസവിച്ചിട്ട് 90 ദിനരാത്രങ്ങൾ കഴിഞ്ഞു. നല്ലൊരു ദിവസം നോക്കി അവളെയും കുഞ്ഞിനെയും വെട്ടിപ്പറമ്പിൽ കൊണ്ടുവിടാൻ അജിതാമ്മയും സുദർശനും മറ്റു ബന്ധുജനങ്ങളും ധാരണയായി. കൊണ്ടയിലൊന്ന് ദിവസം തീരുമാനിച്ച് സുഭദ്രയും പ്രകാശനെയും വിവരം അറിയിച്ചു. അതനുസരിച്ച് 2 ഓട്ടോറിക്ഷകളിലായി നിശ്ചിത ദിവസം തന്നെ അവർ പവിത്രയും കുഞ്ഞിനെയും വെട്ടിപ്പറമ്പിലെത്തിച്ചു. സുഭദ്ര പതിവ് പോലെ മുഖം വീർപ്പിച്ച് തന്നെ ഇരുന്നു. ജയപ്രകാശിന് കുഞ്ഞിനോടുകൂടി അവർ ആ ദേഷ്യം കാണിച്ചു. ചടങ്ങ് ഭംഗിയായി നിർവഹിച്ച ശേഷം അജിതാമ്മയും കൂട്ടരും തിരിച്ചുപോയി. പിറ്റേന്ന് ജയപ്രകാശ് ഓട്ടോറിക്ഷയുമായി ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ സുഭദ്ര പവിത്രയെ വിളിച്ച് വെല്ലുവിളി പോലെ പറഞ്ഞു. ഇത് ഞാൻ പണിയിച്ച വീടാ. നിൻ്റെ വീട്ടിൽ നിൻ്റെ അമ്മ പറഞ്ഞ പോലെ ഇത് ഞങ്ങളുടെ വീടാണെന്ന്, മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന്. ഇപ്പം ഞാൻ നിന്നോട് പറയുക, ഇതെൻ്റെ വീടാ. ഇവിടെ അധിക നാൾ സുഖിച്ചു വാഴാമെന്ന് നീ വിചാരിക്കണ്ട. ഞാൻ ഈ വീട് വിൽക്കാൻ പോവാ 11 ലക്ഷം രൂപയ്ക്ക്. പവിത്ര അത് കേട്ട് നടുങ്ങി നിന്നു. രാത്രി ജയപ്രകാശ് വന്നപ്പോൾ പവിത്ര ചോദിച്ചു, അമ്മ പറയുന്നു ഈ വീട് വിൽക്കാൻ പോകുമെന്ന്, നേരാണോന്ന് പ്രകാശേട്ടാ? വിൽക്കാൻ ആലോചനയുണ്ട്. എന്തിനാ പ്രകാശേട്ടാ വിൽക്കുന്നത്? ഈ വീട് പണിത വകയിൽ കുറേ കടങ്ങളുണ്ട്. വിറ്റ് കടം തീർത്തുവെച്ചാൽ പിന്നെ പലിശ കൊടുത്തു മുടിയണ്ടല്ലോ. അമ്മ പറഞ്ഞത് എന്നെ ഈ വീട്ടിൽ താമസിപ്പിച്ചില്ലെന്നൊക്കെയാണ്. ഞാൻ എന്നാ ചെയ്തിട്ടാ? നിനക്കിത്തിരി സൗകര്യങ്ങൾ കൂടിപ്പോയോന്ന് അമ്മയ്ക്ക് സംശയം. ഞാൻ മാത്രമല്ലല്ലോ ഇവിടെ താമസിക്കുന്നത്, അമ്മയും പ്രകാശേട്ടനും കൂടിയല്ലേ. ഇനി നമ്മുടെ മോനും കൂടി ഉള്ളതല്ലേ. ഈ വീട് ഇത് വിറ്റ് കളഞ്ഞ ആർക്കാ നഷ്ടം പ്രകാശേട്ടാ? അമ്മയുടെ പേരില്ല വീട് എന്ന് വെച്ച് എലിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇല്ലം ചുടുവോ? ഇത് വിറ്റാലും വേറെ സ്ഥലവും വീടും വാങ്ങും. അതും നോക്കുന്നുണ്ട്, ജയപ്രകാശ് പറഞ്ഞു. ആദ്യം ഇതെല്ലാം വെറും ഭീഷണിയായിട്ടേ പവിത്ര കരുതിയെന്നുള്ളൂ. ഒരു ദിവസം ഒരു കൂട്ടർ വീട് കാണാനെത്തി. വീടും പരിസരവും വിശദമായി കണ്ടു. 1.5 മണിക്കൂറോളം വില സംബന്ധിച്ചുള്ള തർക്കം. ഒടുവിൽ 2 കൂട്ടർക്കും സ്വീകാര്യമായ ഒരു തുകയ്ക്ക് കച്ചവടം ഉറപ്പിച്ചു. അന്ന് തന്നെ മുദ്രപത്രത്തിൽ അഡ്വാൻസ് ഉടമ്പടി എഴുതി. ജയപ്രകാശ് അഡ്വാൻസ് തുക വാങ്ങി സുഭദ്രയെ ഏൽപ്പിച്ചു. പവിത്ര മൂകസാക്ഷിയായി അങ്ങനെ വിറങ്ങലിച്ചു നിന്നു. അധ്യായം 22.
6 മാസത്തിനുള്ളിൽ തീരാധാരം നടത്തി വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് അഡ്വാൻസ് ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത്. ജയപ്രകാശും സുഭദ്രയും വേറെ വീട് വാങ്ങാൻ അന്വേഷണം തുടങ്ങി. കുറേ സ്ഥലങ്ങളും വീടുകളും കണ്ടു കഴിഞ്ഞാണ് മനസ്സിലായത് തങ്ങൾക്കുണ്ടായിരുന്നത് പോലൊരു വീടോ സ്ഥലമോ അടുത്ത പ്രദേശത്തൊന്നും ഇരട്ടി വില കൊടുത്താൽ പോലും കിട്ടില്ലെന്ന്. ഈ വീട് വിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ പ്രകാശേട്ടാ? എന്നോടുള്ള വാശിക്ക് അമ്മ വിറ്റതല്ലേ? പവിത്ര ഇടയ്ക്കിടെ പ്രകാശിനോട് ചോദിക്കും. അമ്മയുടെ വീട് അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ, ജയപ്രകാശൻ ഒഴുക്കം മട്ടി പറഞ്ഞു. വീട് കച്ചവടമാക്കി എന്നറിഞ്ഞപ്പോൾ ജോലി തിരക്കി പിടിച്ചു വന്നു. അവളുടെ 2 കുട്ടികളും ഭർത്താവും ഒപ്പം ഉണ്ടായിരുന്നു. അവൾക്കും അവളുടെ ഓഹരി കിട്ടണം. നിന്നെ കല്യാണം കഴിച്ചപ്പോൾ നിനക്ക് തരാനുള്ളതൊക്കെ തന്നായിരുന്നു, സുഭദ്ര തർക്കിച്ചു. കുറച്ച് സ്വർണവും പൈസയും തന്നിട്ടുണ്ടായിരിക്കും. എനിക്കെൻ്റെ ഓഹരി തന്നില്ലെങ്കിൽ ഞാൻ കോടതിയിൽ പോകും. ഒടുവിൽ സ്വത്തിൻ്റെ 1/3 കൊടുക്കാമെന്ന് സുഭദ്രയെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടേ ജ്യോതി മടങ്ങിയുള്ളൂ. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഇനി ആരെങ്കിലും വരാനുണ്ടോ ഓഹരിയുടെ കണക്കും പറഞ്ഞ്? പവിത്ര ജയപ്രകാശിനോട് ചോദിച്ചു. നീ വലിയ വർത്താനൊന്നും പറയണ്ട. തിന്നാനും കുടിക്കാനും കിട്ടുന്നില്ലേ? പറ്റുന്ന പണി ചെയ്ത് കൊച്ചിനെ നോക്കി വീട്ടിലടങ്ങിയിരുന്നു. വേറെ വലിയ കാര്യങ്ങളൊന്നും തിരക്കണ്ട. അങ്ങനെയാണോ എല്ലായിടത്തും? എല്ലായിടത്തെയും കാര്യം എനിക്കറിയണ്ട. ഇവിടുത്തെ കാര്യമാണ് പറഞ്ഞത്. പെണ്ണുങ്ങൾ വെച്ച് വിളമ്പി വീട് നോക്കിയിരുന്നാൽ മതി. വീട് വിൽക്കുന്നുണ്ടോ വാങ്ങുന്നുണ്ടോ, പൈസ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്നൊന്നും നീ അറിയണ്ട. അതൊക്കെ വീട്ടിലെ ആണുങ്ങൾ നോക്കിക്കോളും. പ്രകാശേട്ടൻ്റെ അമ്മയും പെങ്ങളും ആണാണോ? ജയപ്രകാശിന് ദേഷ്യം വന്നു. എന്താടി, ഈ വീട്ടിൽ തീരുമാനം എടുക്കുന്നതും പൈസ കൈകാര്യം ചെയ്യുന്നതും വാങ്ങുന്നതും വിൽക്കുന്നതും എല്ലാം അമ്മയാണല്ലോ. വെച്ച് വിളമ്പി തിന്ന് കുടിച്ച് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കേണ്ട പെങ്ങൾ ഇവിടെ വന്ന് വലിയ കലാപം ഉണ്ടാക്കി ഓഹരിയും വാങ്ങിച്ചുകൊണ്ടാണല്ലോ പോയത്. അത് അവളുടെ അവകാശമാണ്. എനിക്കിവിടെ അവകാശമൊന്നുമില്ലേ. അവൾ ചെയ്ത പോലെ നീയും വീട്ടിൽ പോയി കണക്ക് പറഞ്ഞ് കിട്ടാനുള്ള ഓഹരി വാങ്ങിച്ചോട്ട് വാ. അതാണ് മിടുക്ക്. തെണ്ടിക്കേറി വന്ന പട്ടിയുടെ വില പോലും എനിക്കില്ലാത്ത ഈ വീട്ടിലോട്ട് ഇനി ഞാൻ കൊണ്ടുവരാനോ? ഈ വീടും സൗകര്യം കണ്ടിട്ട് എൻ്റെ വീട്ടുകാർ കല്യാണത്തിന് സമ്മതിച്ച്. ഇത് വിൽക്കുക എന്ന് പറയുമ്പോൾ എന്നെയും അവരെയൊക്കെ ഒരുപോലെ ചതിച്ച പോലെയാണ്, പവിത്ര വാദിച്ചു. ഇതെൻ്റെ വീടല്ലെന്ന് പറഞ്ഞില്ലേ? അമ്മയുടെ വീട്, അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. ഇതൊന്നും കല്യാണ ആലോചനയുടെ സമയത്ത് പറഞ്ഞില്ലല്ലോ. പറയാൻ മനസ്സിലായിരുന്നു. കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ പറഞ്ഞു നിൻ്റെ അച്ഛനോട്. അച്ഛനും അമ്മയും ചോദിക്കുമ്പോൾ ഇതുപോലെ പറഞ്ഞാൽ മതി. പവിത്ര വാഗ്വാദം അവിടെ നിർത്തി. വീടും സ്ഥലവും വിൽക്കുന്നു എന്നറിഞ്ഞപ്പോൾ പവിത്രയുടെ വീട്ടുകാർ ചോദിക്കാനെത്തി. ജയപ്രകാശ് അവരുടെ മുന്നിൽ കൈമർത്തി. എനിക്കറിഞ്ഞൂടാ, അമ്മയോട് ചോദിക്കുക. അമ്മയുടെ വീടാ. സുഭദ്ര താടകവേഷം പൂണ്ട് ചൊരുത്തു നിന്നു. എൻ്റെ വീടാ, എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. നിങ്ങളാരെ ചോദിക്കാൻ? ഇതാണോ ചേച്ചി മര്യാദ? ഒരു വീടും സൗകര്യങ്ങളൊക്കെ കാട്ടി കല്യാണം നടത്തുക, എന്നിട്ട് എല്ലാം വിറ്റ് തുളയ്ക്കുക. ഞങ്ങളുടെ പെങ്കൊച്ചും അവളുടെ കുഞ്ഞും ഇവിടെ എവിടെ താമസിക്കും? പകരം നിങ്ങൾ വീട് വാങ്ങിയോ? ഇല്ലല്ലോ. ഞാനോ എൻ്റെ മോനോ എവിടെ താമസിക്കുന്നോ അവിടെ ഞങ്ങൾ പീടിക തന്നെ കിടക്കുവാണെങ്കിൽ അവിടെ കിടക്കേണ്ടി വരും. അവക്കും. സുഭദ്ര തീർത്തു പറഞ്ഞു. പരസ്പരമുള്ള വാക്കുതർക്കം നീണ്ടുപോയതല്ലാതെ ഒന്നിനും ഒരു പരിഹാരവും ഉണ്ടായില്ല. തിരിച്ചു പോകാൻ നേരം അജിതമ്മ പവിത്രയെ വിളിച്ചു വെച്ചു. നീ എന്നാ ചെയ്യും മോളെ? ഇവരിങ്ങനെ തുടങ്ങിയ നിനക്ക് പിന്നെയും കഷ്ടപ്പെടാണല്ലോ. ഇങ്ങനെ ഒരിടത്ത് കൊണ്ടുവന്ന് തള്ളിയപ്പോൾ അമ്മയ്ക്കും മനസ്സമാധാനം കിട്ടില്ലോ. അത് മതി, പവിത്ര പാരിഷ്യത്തോടെ പറഞ്ഞത് കേട്ട് അജിതമ്മ നിസ്സഹായായി നിന്നു. ഒരു ദിവസം സുഭദ്രയും ജയപ്രകാശും കൂടി രാവിലെ ഒരു സ്ഥലം കാണാൻ പോയിട്ട് ഉച്ചതിരിഞ്ഞപ്പോൾ മടങ്ങിയെത്തി. ഒരു സ്ഥലം കണ്ട് അഡ്വാൻസ് കൊടുത്തു. ജയപ്രകാശ് പവിത്രയോട് പറഞ്ഞു. അവളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലടാ. വാതിലിനപ്പുറത്തു നിന്നും സുഭദ്രയുടെ അശരീരി വന്നു. അത് മിക്കപ്പോഴും കേൾക്കാറുള്ളതാണ്. ജയപ്രകാശും പവിത്രയും എത്ര സ്വരം താഴ്ത്തി സംസാരിച്ചാലും ഭിത്തിക്കപ്പുറത്തു നിന്നും മുഖത്തടിച്ച പോലെ പ്രതികരണം വരും. കിടക്കറവാതിക്കൽ ഒളിഞ്ഞു നിന്ന് അകത്തെ സംഭാഷണങ്ങൾ കേൾക്കുന്നതും സുഭദ്രയ്ക്കരമാണ്. ജയപ്രകാശ് പലതവണ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് നാണമല്ലേ മകനും മരുമകളും കിടക്കുന്ന മുറിയുടെ വാതിക്കൽ വന്ന് ഒളിച്ചു നിൽക്കാൻ? പ്രിയമുള്ളവരെ, ഈ നോവൽ ഇവിടെ തുടരുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.